മുത്തിടും ആണിയേറ്റ പാദങ്ങൾ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ യോഹന്നാൻ സുവിശേഷം എഴുതി, യോഹന്നാൻ ശ്ലീഹ ലേഖനങ്ങൾ എഴുതി, യോഹന്നാൻ ശ്ലീഹ വെളിപ്പാട് എഴുതി. ലേഖനങ്ങൾ 3 ലേഖനങ്ങളുണ്ട്. ഈ ലേഖനങ്ങൾ 3ലും ഉറപ്പിച്ച് സ്ഥാപിക്കുന്ന മഹത്വമേറിയൊരു വിഷയമുണ്ട്, സ്നേഹം എന്നുള്ളതാണ്. സ്നേഹം, ദൈവം സ്നേഹം തന്നെ, ദൈവം സ്നേഹം തന്നെ എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്ന അനേകം വാക്യങ്ങൾ യോഹന്നാൻ്റെ ലേഖനങ്ങളിലുണ്ട്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ വിശ്വാസം എന്നുള്ളതാണ് പ്രധാന വിഷയം. വിശ്വാസം അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്നേഹം എന്നുള്ളത് ലേഖനത്തിൽ, വിശ്വാസം എന്നുള്ളത് സുവിശേഷത്തിൽ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പ്രത്യാശയെക്കുറിച്ചാണ് പറയുന്നത്. പ്രത്യാശ, ഭാവിയിൽ ആശയ്ക്കൊരു വഴിയുണ്ട്. ഇന്ന് തോൽവിയാണെങ്കിലും ജയത്തിന് ഒരു നല്ല ഭാവിയുണ്ട്, ജയത്തിന് ഉള്ള ഒരു നല്ല സാധ്യതയുണ്ട്. ഭാവിയിൽ ജയത്തിന് സാധ്യതയുണ്ട്. പ്രത്യാശ. നമ്മിൽ പലരുടെയും മനസ്സ് തളർന്നാണ് ഇരിക്കുന്നത്. പലതിലും തോറ്റുപോയി, പലതിലും ക്ഷീണിച്ചു പോയി. നമ്മുടെ ആശകൾ നിറവേറിയില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചില്ല. നാം പല പല കാര്യങ്ങളിൽ ഇടപെട്ട കാര്യങ്ങൾ പലതിലും നമുക്ക് തോൽവിയാണ്. പലതിലും കഷ്ടവുമുണ്ട്, നഷ്ടവുമുണ്ട്. കഷ്ടവും നഷ്ടവും നേരിട്ടു. മനസ്സ് പലപ്പോഴും വാടിയിരിക്കുന്നു, മ്ലാനമായിരിക്കുന്നു. നാം പ്രതീക്ഷിച്ചതുപോലെ അങ്ങ് ഉയരാൻ പറ്റിയില്ല, പ്രതീക്ഷിച്ചിടത്ത് എത്താൻ പറ്റിയില്ല. അങ്ങനെ ഒരളവിൽ നിരാശയോടുകൂടിയിരിക്കുന്ന ഹൃദയമാണ് പലർക്കും ഉള്ളത്, ബഹുഭൂരിപക്ഷം പേർക്കും ഉള്ളത്. ആ നിരാശയുള്ള ജീവിതത്തിൽ പ്രത്യാശ പകരുകയാണ് വെളിപ്പാട് പുസ്തകത്തിൽ. അനേകം ദുരിതങ്ങളെക്കുറിച്ചും അനർത്ഥങ്ങളെക്കുറിച്ചും അത്യാഹിതങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ട് അവസാനം വരുമ്പോഴേക്കും പറയുന്നു, എന്താണ് പറയുന്നത്?
ഇനി യാതൊരു ശാപവും ഉണ്ടാകയില്ല. നോക്കൂ, ഭാവി ശാപമില്ലാത്ത ഒരു നാട്, ശാപമില്ലാത്തൊരു ദേശം, ശാപമില്ലാത്തൊരു കാലം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. എല്ലാം ഇപ്പോഴുള്ളതെല്ലാം മാറിയിട്ട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും, വിശുദ്ധിയുള്ളൊരു തലമുറ, സ്നേഹനിർഭരമായ ഒരു അന്തരീക്ഷം, അനുഗ്രഹീതമായ ഒരു കാലം. ഇതാണ് യോഹന്നാശ്ലീഹയുടെ വെളിപ്പാട് പുസ്തകത്തിൽ തരുന്നതായ മുഖ്യ സന്ദേശം. പലപ്പോഴും നമ്മിൽ പലരും നിരാശയിലാണ് കഴിയുന്നത്. ഭാവിയെക്കുറിച്ച് പ്രത്യാശയില്ല. സ്പെയിനിൽ അവരുടെ സ്പാനിഷ് നാണയത്തിൽ ജിബ്രാൾട്ടർ കടലിടുക്കിൻ്റെ ആ ഭാഗം ഒന്ന് രൂപപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്പിനെയും ആഫ്രിക്കയെയും വേർതിരിക്കുന്ന ഒരു മഹാസമുദ്രമാണ് മെഡിറ്ററേനിയൻ കടൽ, മധ്യധരണിക്കടൽ എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ കടൽ. ഈ മെഡിറ്ററേനിയൻ കടലും അറ്റ്ലാന്റിക് മഹാസമുദ്രവും തമ്മിൽ യോജിക്കുന്ന ആ ഭാഗത്തുള്ള ആ ചെറിയ ഒരു ഇടുങ്ങിയ സ്ഥലം, അതാണ് കടലിടുക്ക്, അതാണ് ജിബ്രാൾട്ടർ. സ്പെയിനിൻ്റെ ഒരരികാണത്, സ്പെയിൻ രാജ്യത്തിൻ്റെ ഒരറ്റം. ഈ നാണയത്തിൽ നീ അൾട്ര എന്ന് എഴുതി വയ്ക്കും. നീ അൾട്ര എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം വേറൊരു ലോകമില്ല. വിശാലമായ മഹാസമുദ്രം, അറ്റ്ലാന്റിക് മഹാസമുദ്രം വിശാലമായി കിടക്കുന്നു. ഈ മഹാസമുദ്രം, അങ്ങ് വിസ്തൃതമായി വിശാലമായി കിടക്കുന്ന മഹാസമുദ്രം കണ്ടിട്ട് സ്പെയിനിൽ അവിടെയുള്ള രാജാവും അവിടെയുള്ള പ്രജകളും തീരുമാനിച്ചു ഇതിനപ്പുറം ഒരു ലോകമില്ല എന്ന്. നീ അൾട്ര. അങ്ങനെ ഇരിക്കുകയാണ് രാജാവും രാജാവിൻ്റെ ഭാര്യ ഇസബെല്ല, രാജാവിൻ്റെ ഭാര്യയും അവർ 3 കപ്പലുകളിൽ നാവികരെ ഒരുക്കി. ഇതിനപ്പുറത്ത് സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കാനും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും വേണ്ടി കപ്പലിൽ അവർ പുറപ്പെട്ടു. അതിൻ്റെ നായകൻ കൊളംബസ് എന്ന് പറയുന്ന ആളായിരുന്നു. ഈ കൊളംബസ് പോയി, കൊളംബസിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും പോയി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നാട് കാണാൻ പറ്റിയില്ല. മഹാസമുദ്രം. കൊളംബസ് നിരാശപ്പെട്ടില്ല, പക്ഷേ കൂടെ ഉള്ളവരും നിരാശപ്പെട്ടു. 14 ദിവസം കഴിഞ്ഞിട്ടും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഉള്ള ഭക്ഷണം തീരാൻ പോകുന്നു. ഇനി ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണമേ ഉള്ളൂ. അവർ മടുത്തു, എല്ലാവരും നിരാശരായി. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, ഇനി ഇങ്ങനെ അലഞ്ഞു തിരിച്ച് നടത്തിയിട്ട് കാര്യമില്ല. കൊളംബസ് പറഞ്ഞു, അല്ല, നമുക്ക് പോകാം, നാം ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ലേ, നമുക്ക് പോകാം. അവർ കൊളംബസിനെ ആക്രമിക്കാൻ പോലും തയ്യാറായി. എന്നുവെച്ചാൽ തിരിച്ചു പോകാൻ കൊളംബസ് തയ്യാറാകാത്തതുകൊണ്ട് കൊളംബസിനെ ആക്രമിച്ച് പുറകോട്ട് പോകാൻ അവർ തീരുമാനിച്ചു. കൊളംബസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് എൻ്റെ ആഹാരം ഞാൻ കഴിക്കാതിരിക്കാം, നിങ്ങൾ അത്രയ്ക്കും എൻ്റെ ആഹാരം കൂടി നിങ്ങൾക്ക് കിട്ടുമല്ലോ, അങ്ങനെ നമുക്ക് ഒരു ദിവസം കൂടി നമുക്ക് മുന്നോട്ട് പോകാം, ഒന്നും കൂടി ശ്രമിക്കാം. അങ്ങനെ അവരോട് കെഞ്ചി അപേക്ഷിച്ച് അവരെല്ലാം മുന്നോട്ട് പോയി. അവർ പിറ്റേ ദിവസം അമേരിക്കയുടെ അടുത്തുള്ള ക്യൂബ ദ്വീപിൽ അവർ എത്തിപ്പെട്ടു. അവർ തിരിച്ചു വന്ന് സ്പെയിനിലെ രാജാവിനോട് പറഞ്ഞു, ഉണ്ട്, അപ്പുറത്ത് ലോകമുണ്ട്, അപ്പുറത്ത് ലോകമുണ്ട്, ഈ മഹാസമുദ്രത്തിന് അപ്പുറത്ത് ഇനിയും ദേശമുണ്ട്, കരയുണ്ട്. അതൊരു പുതിയ വാർത്തയായിരുന്നു. അന്നു മുതൽ അവരുടെ നാണയത്തിൽ അവർ നീ അൾട്ര എന്നുള്ളത്, അപ്പുറത്തൊന്നുമില്ല എന്നുള്ളത് മാറ്റി പ്ലസ് അൾട്ര എന്നാക്കി. പ്ലസ് അൾട്ര, ഇതിനപ്പുറത്ത് ലോകമുണ്ട്. ഞാൻ ഈ സംഭവം പറഞ്ഞതിനെന്നറിയാമോ? ഇനി അപ്പുറത്തൊന്നും ഇല്ല എന്നാണ് നമ്മുടെ പലരുടെയും ധാരണ. ഇനി നല്ലൊരു ജീവിതം ഇല്ല എന്നാണ് നമ്മുടെ ധാരണ. ഇനി സുഖപ്രദമായൊരു കാലം ഇല്ല എന്നാണ് നമ്മുടെ ധാരണ. ഇനി ഒരു സ്നേഹമുള്ള ജീവിതം കിട്ടുകയില്ല എന്നാണ് നമ്മുടെ ധാരണ. ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ഇനി സ്നേഹമായിട്ട് ഐക്യമായിട്ട് ജീവിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, തീർന്നില്ലേ? പലരും അതെല്ലാം ആശ അസ്തമിച്ച രീതിയിലാണ് കഴിയുന്നത്. ഇനി എനിക്കൊരു വിദ്യാഭ്യാസം കിട്ടുമോ? ഇല്ല, തീർന്നില്ലേ? അങ്ങനെയാണ് പലരും ഇരിക്കുന്നത്.
എൻ്റെ പരീക്ഷയിൽ തോറ്റുപോയില്ലേ, ഇനി വേറൊരു വഴി ഇല്ല എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ഓർത്തുകൊള്ളൂ, പ്ലസ് അൾട്ര ഉണ്ട്, അപ്പുറത്ത് ലോകമുണ്ട്, അപ്പുറത്തൊരു കരയുണ്ട്. വിശ്വസിക്കൂ, പ്രത്യാശയുള്ളവരായി തീരുക. വെളിപ്പാട് പുസ്തകത്തിൻ്റെ സന്ദേശം പ്രത്യാശയുള്ളവരാകുക എന്നുള്ളതാണ്. പ്രത്യാശ. റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു, റോബർട്ട് ബ്രൂസ്. അദ്ദേഹം അന്ന് സ്കോട്ട്ലൻഡിൽ രാജാവായിരുന്നു. അന്ന് ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും അയർലൻഡും എല്ലാം ഓരോ ചെറിയ രാജ്യങ്ങളിൽ കഴിയുന്ന കാലമാണ്. സ്കോട്ട്ലൻഡിലെ രാജാവായ റോബർട്ട് ബ്രൂസ് ഇംഗ്ലണ്ടിൽ രാജാവായ എഡ്വേർഡ് ഒന്നാമനുമായി യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ റോബർട്ട് ബ്രൂസ് തോറ്റു. പക്ഷെ പിന്നെയും ശക്തി സംഭരിച്ച് പിന്നെയും യുദ്ധം ചെയ്തു, അതിലും തോറ്റു. 6 പ്രാവശ്യം തോറ്റു. അദ്ദേഹം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി കാട്ടിൽ ഒരു ഗുഹയ്ക്കകത്ത് കടന്ന് ഏതായാലും തീർന്നു, പ്രതീക്ഷയെല്ലാം തീർന്നു. 6 പ്രാവശ്യം ഞാൻ തോറ്റു, ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി ജയമെന്ന് പറഞ്ഞൊന്നും ഉണ്ടാവില്ല, ഞാൻ സ്കോട്ട്ലൻഡിലേക്ക് തിരിച്ചു പോകുന്ന കാര്യമില്ല, സാധ്യമല്ല. എഡ്വേർഡ് ഒന്നാമൻ എല്ലാം കൈയടക്കി കഴിഞ്ഞു, തോൽപ്പിച്ചു കഴിഞ്ഞു. നിരാശനായിട്ട് റോബർട്ട് ബ്രൂസ് ആ ഗുഹയ്ക്കകത്ത് കഴിയുകയായിരുന്നു. എപ്പോഴോ നോക്കിയപ്പോൾ ഒരു 8 കാലി ഒരു വശത്ത് നിന്ന് അതിൻ്റെ വാതുക്കൽ ഒരു വശത്ത് മറ്റേ വശത്തേക്ക് ഇങ്ങനെ ചാടുന്നു. 8 കാലി ചാടിയിട്ട് എത്തിയില്ല, താഴെ വീണു. പക്ഷേ 8 കാലി പിന്നെയും വന്ന് വീണ്ടും ചാടുന്നു, ഇല്ല, എത്തിയില്ല. 6 പ്രാവശ്യം 8 കാലി ചാടി, 6 പ്രാവശ്യം 8 കാലി താഴെ വീണു. 7-ാം പ്രാവശ്യം 8 കാലി വീണ്ടും ചാടിയപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഒരു നൂല് അവിടെ 2 വശത്തേക്ക് കൂട്ടിപ്പിടിപ്പിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി അങ്ങനെ 8 കാലി വലയെ അവിടെ നെയ്തു. രാജാവിന് തോന്നി, ഈ 8 കാലിക്ക് വീണ്ടും വീണ്ടും ചാടി അതിൽ ജയം നേടാൻ പറ്റിയെങ്കിൽ എനിക്കെന്തുകൊണ്ട് പറ്റിക്കൂടാ? ഒരു ചെറിയ ജീവിക്ക് ജയം കിട്ടിയെങ്കിൽ എനിക്കെന്തുകൊണ്ട് ജയം കിട്ടിക്കൂടാ? ചിന്തിച്ചു. ഫലമോ? അദ്ദേഹം തിരിച്ചു ചെന്നു, അദ്ദേഹം സൈന്യത്തെ കൂട്ടി യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ അദ്ദേഹം ജയിച്ചു. അങ്ങനെ സ്കോട്ട്ലൻഡ് സ്വതന്ത്രമായി. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തളരാതെ നിങ്ങൾ പറയണം, കർത്താവേ, ഇത്രയും കാലം പ്രതീക്ഷ അസ്തമിച്ച കാലങ്ങളായിരുന്നു, ഇത്രയും കാലം നഷ്ടത്തിൻ്റെ കാലങ്ങളായിരുന്നു, ഇത്രയും കാലം പരാജയത്തിൻ്റെ കാലങ്ങളായിരുന്നു, ഇത്രയും കാലം എൻ്റെ കർത്താവേ മനസ്സ് തളർന്നു പോയ കാലങ്ങളായിരുന്നു, മുന്നോട്ട് ഗതിയില്ല എന്ന് ചിന്തിച്ച് മനസ്സ് അങ്ങ് ആഴത്തിൽ നിരാശയിലേക്ക് പോയ കാലങ്ങളായിരുന്നു. എങ്കിലും കർത്താവേ, ഞാൻ ഇന്ന് കുരിശിലെ സ്നേഹത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ഇന്നെനിക്ക് പ്രത്യാശ തരണമേ, എനിക്ക് വിശ്വാസം തരണമേ, നിന്നുള്ള ആശ്രയം തരണമേ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിൻ്റെ മതിയാകുന്നു എന്ന് അപ്പോസ്തലൻ പറഞ്ഞതുപോലുള്ള ഒരു ശക്തമായ അനുഭവം എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. നമുക്ക് ഈ വാക്യങ്ങളൊക്കെ അറിയാൻ പാടില്ലേ? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. സങ്കീർത്തന പുസ്തകം 18-ാം സങ്കീർത്തനത്തിൽ പറയും, നീ എൻ്റെ ദൈവത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. സ്തോത്രം. എൻ്റെ ദൈവത്താൽ സാധ്യമാണ്. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രത്യാശയുടെ പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. പ്രത്യാശയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഏകാഗിയായി തടവിൽ കഴിയുകയാണ്. പത്മോസ് ദ്വീപിൽ ഏകാന്ത തടവ്. അന്ന് കറുത്ത ദിവസത്തിൽ ആത്മവിവശനായി എന്നാണ് നാം വായിക്കുന്നത്. വായിക്കാൻ ഒറ്റ വാക്യമേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ആത്മാവിലുള്ള വൈവശ്യം, ആത്മാവിലുള്ള വിവശത, അതെന്താണത്? ആത്മാവിൻ്റെ വിവശത വരിക, മുഴുവനായി ആത്മാവിലായിത്തീരുക. നാം ഇന്ന് ശരീരത്തിൽ വസിക്കുന്നു, പക്ഷേ നാം ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ തന്നെ ആത്മാവിലാകുക എന്നുള്ളൊരു അനുഭവമുണ്ട്. ടു ബി ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലാകുക. പരിശുദ്ധാത്മാവിലാകുന്ന ഒരനുഭവമുണ്ട്. ആത്മാവിൻ്റെ വിവശത, ആത്മാവിൻ്റെ നിറവ്.
നമ്മുടെ മാനുഷികമായ ജഡീയമായ ചിന്തകളെല്ലാം അങ്ങ് മാറി നിന്നിട്ട് പരിശുദ്ധാത്മാവ് മുഴുവനായി കൈയടക്കുന്നൊരു സമയം. അങ്ങനൊരു അനുഭവമുണ്ട്. ആത്മാവിൻ്റെ വിവശത, കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നാത്തതുപോലെ തന്നെ അവസ്ഥ. കർത്താവിനെ സ്തുതിച്ചിരിക്കുമ്പോഴേക്കും ആ സ്തുതിയിൽ നിന്ന് മാറിപ്പോകാതെ അവിടെ തന്നെ ഇരിക്കണമെന്ന് തോന്നുന്ന ഒരവസ്ഥ. അയ്യോ കർത്താവേ, ഈ സമയം പോകല്ലേ, എനിക്ക് നീ വീണ്ടും വീണ്ടും നിന്നെ സ്തുതിക്കണമെന്ന് തോന്നുന്ന സ്തുതിയുടെ ആ ആരാധനയുടെ മാധുര്യത്തിൽ നമ്മുടെ ഹൃദയം ലയിക്കുന്നൊരവസ്ഥ. സ്തോത്രം. ആരാധനയിൽ ലയിക്കുന്നൊരവസ്ഥ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ സന്തോഷിക്കുന്നൊരവസ്ഥ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ മറന്നു പോകുന്നൊരവസ്ഥ, ഈ ലോകത്തിലെ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ നമ്മളെ അലട്ടാതിരിക്കുന്നൊരവസ്ഥ. എല്ലാം ഉണ്ട്, ദുരിതങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതൊന്നും നമ്മെ അലട്ടുന്നില്ല. അതിനെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന വലിയൊരു മനോഹരമായ മധുരതരമായ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ഹൃദയം കുതിക്കൊണ്ട് കയറുന്ന ഒരവസ്ഥ. ഹൃദയം കുതിക്കുകയാണ്. എന്തിന്? ആ സന്തോഷത്തിലേക്ക്, പ്രത്യാശയിലേക്ക്. ആത്മാവിൻ്റെ വിവശത. ദിവസം വായിക്കുമ്പോൾ നാം ആത്മാവിൽ വിവശതയുള്ളവരെക്കുറിച്ച് പലരെക്കുറിച്ചും വായിച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 29-ാം വാക്യം വായിക്കാം. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇബ്താഹിന്മേൽ വന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇബ്താഹിന്മേൽ വന്നു. വലിയൊരു മഹാസൈന്യം, ശത്രു സൈന്യം വന്ന് നിൽക്കുന്നു. ഇബ്താഹിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നു. ആത്മാവ് ഇബ്താഹിൻ്റെ മേൽ വന്നു. ശത്രുവിൻ്റെ നേരെ ചെല്ലുവാനുള്ള കരുത്ത് തരുന്ന ആത്മാവ്, ശത്രുവിനെ ജയിക്കാനുള്ള കരുത്ത് തരുന്ന ആത്മാവ്, ശത്രുവിനെ പരാജയപ്പെടുത്തുവാനുള്ള കരുത്ത് തരുന്ന ആത്മാവ്. ഇബ്താഹിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. പ്രിയപ്പെട്ടവരെ, നാം ഈ ലോക ജീവിതത്തിൽ പല വൈഷമ്യങ്ങളെയും നേരിടുന്നവരാണ്, എതിർപ്പുകളെ നേരിടുന്നവരാണ്, പ്രതിസന്ധികളെ നേരിടുന്നവരാണ്, പ്രതിബന്ധങ്ങളെ നേരിടുന്നവരാണ്. അല്ലേ? നമുക്കെല്ലാവർക്കും ഉണ്ട് ഓരോ തരത്തിൽ. ചിലർക്ക് ഏറിയിരിക്കും, ചിലർക്ക് കുറഞ്ഞിരിക്കും. നാം ഈ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ആർത്ത് തിമിർത്ത് ആടി ഓടി വരുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. കർത്താവേ, ഇതിൻ്റെ ആത്മാവിനെ തരണമേ, കർത്താവേ, ഇതിൻ്റെ ആത്മാവിനെ തരണമേ. ദുഷ്ടനായ പൈശാചികൻ ഏതെങ്കിലും മനുഷ്യരെ കൊണ്ട് നമ്മെ ആക്രമിക്കാൻ ഒരുപെട്ട് വരുമ്പോൾ, ദുഷ്ടനായ പൈശാചികൻ നമ്മെ തകർക്കാനും നമ്മെ നശിപ്പിക്കാനും നമ്മുടെ ജീവിതം അസ്തമിപ്പിക്കാനും ഓടി വരുമ്പോൾ, അപ്പോൾ നമുക്ക് പറയാം, കർത്താവേ, നിൻ്റെ ആത്മാവിനെ തരണമേ. എനിക്ക് തന്നെത്താൻ ഇതിനെ ഫേസ് ചെയ്യാൻ കഴിവില്ല. കർത്താവേ, ഞാൻ ഇതിനെ അഭിമുഖീകരിക്കാൻ പോയാൽ ഞാൻ തോറ്റുപോകും. ഞാൻ കേവലം നിസ്സാരനായ ഒരു മനുഷ്യനല്ലേ. കർത്താവേ, ഇവിടെ ഈ പ്രതിസന്ധി ജയിക്കാൻ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ തരണമേ. ഇബ്താഹിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ഗിലെയാദിൽ ശത്രുസൈന്യം വന്ന് തിങ്ങി നിൽക്കുന്ന സമയത്ത്, ആ വളരെ വിഷമം പിടിച്ച പ്രയാസമേറിയ സമയത്ത് ഇബ്താഹിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു. ഇബ്താഹ് കുതിച്ചു മുന്നോട്ട്. ഇബ്താഹ് യുദ്ധത്തിന് വേണ്ടി മുന്നിട്ട് പോയി. ഇബ്താഹ് യുദ്ധത്തിന് മേൽ ജയിച്ചു. ആത്മാവ് വന്നു. ആത്മാവ് വന്ന് യുദ്ധത്തിന് പോയി, അവിടെ ജയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മെ അലട്ടുന്ന ഈ ശത്രു ആരാണ്? പിശാചാണ്. പിശാച് കൊണ്ടുവരുന്ന പാപമാണ്. പാപത്തിൻ്റെ ചിന്തകൾ നമുക്ക് വരും. പാപത്തിൻ്റെ പ്രേരണകളൊന്നു വരാം. പാപത്തിൻ്റെ പ്രലോഭനങ്ങളൊന്നു വരാം. അപ്പോഴെല്ലാം ആത്മാവിൽ നിറയുക, ആത്മാവിൽ ശക്തി പ്രാപിക്കുക. ആത്മാവിൽ ശക്തി എങ്ങനെ പ്രാപിക്കും? മനസ്സറിഞ്ഞ് ഞാനൊരു പാപം ചെയ്യുകയില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അറിഞ്ഞൊരു പാപം ചെയ്യുകയില്ല. ഇത് പാപമാണെന്ന് അറിയാവുന്ന ഒരു കാര്യം ജീവിതത്തിൽ വരികയില്ല, ഉറപ്പാണ്. ആണോ? എങ്കിൽ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. സംശയിക്കേണ്ട. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. എൻ്റെ ജീവിതത്തിൽ ഒരു കറ പറ്റുകയില്ല, ശത്രു അവകാശം പറയുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നൊരു തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ, സത്യമായും അങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കും. അറിയാതെ ഏതെങ്കിലും വന്നുപോയാലും കർത്താവ് ക്ഷമിക്കും. അറിയാതെ ഏതെങ്കിലും പാപം വരാൻ തുടങ്ങിയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് ക്ഷമിച്ചു തരും, കർത്താവ് മാറ്റിത്തരും. ഒറ്റയ്ക്കൊരു കാര്യം മതി നിങ്ങൾക്ക്, ഒരു ഉറപ്പ് നിങ്ങൾക്ക് വേണം. എൻ്റെ ജീവിതത്തിൽ തിന്മ വരികയില്ല, എൻ്റെ ജീവിതത്തിൽ കളങ്കം വരികയില്ല, എൻ്റെ ജീവിതത്തിൽ പാപം വരികയില്ല. ഞാൻ പറയാറുണ്ടല്ലോ,
നിങ്ങളുടെ ഓരോ അവയവത്തിൽ നിങ്ങൾക്ക് ചില നിബന്ധനകൾ വേണം. ഓരോ അവയവത്തിൽ നിങ്ങൾക്ക് ചില വ്രതങ്ങൾ വേണം. ഓരോ അവയവത്തിൽ നിങ്ങൾക്ക് ചില ചിട്ടകൾ വേണം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും നിങ്ങൾക്ക് വ്യക്തമായ ചില നിർബന്ധങ്ങൾ വേണം. എൻ്റെ ഈ അവയവം തെറ്റില്ല, ഞാൻ കൊടുക്കുകയില്ല. ഇത് പരിശുദ്ധാത്മാവിന് മുദ്രയുള്ള അവയവമാണ്. സ്തോത്രം. എൻ്റെ ഈ കണ്ണ് എനിക്ക് കാണണ്ട, വേണ്ടാത്തതൊന്നും അശുദ്ധമായതൊന്നും കാണണ്ട. ഇത് പരിശുദ്ധാത്മാവിന് മുദ്രയുള്ളതാണ്. ഇത് പരിശുദ്ധാത്മാവിന് മുദ്ര കിട്ടിയതാണ്. ഇത് അഴുക്കിലിടാനുള്ളതല്ല, അഴുക്ക് സ്പർശിക്കാനുള്ളതല്ല, അഴുക്ക് കാണാനുള്ളതല്ല. ശരി, നാം ചെയ്തിരിക്കുന്ന ചില നിബന്ധനകളുണ്ട്, നമ്മോട് തന്നെ ചെയ്തിരിക്കുന്ന ചില ഉടമ്പടികളുണ്ട്, ദൈവസനിൽ ചെയ്ത ചില പ്രതിജ്ഞകളുണ്ട്, ചില ശപഥങ്ങളുണ്ട്. ശപഥം, ദൈവസനിൽ ചെയ്ത ശപഥങ്ങൾ, ചില നിർബന്ധമായ ചില ഉടമ്പടികൾ, കർത്താവ് പറഞ്ഞ ചില വാക്കുകൾ ഉണ്ടോ? അങ്ങനെ നിങ്ങൾ വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളങ്ങനെ ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ചില വ്യക്തമായ ചില ഉടമ്പടികൾ, ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വ്യക്തമായ ചില നിബന്ധനകൾ, വ്യക്തമായ ചില ശപഥങ്ങൾ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, എൻ്റെ ശരീരത്തിൽ ഒരിടത്തും ഒരശുദ്ധി സംഭവിക്കുകയില്ല എന്ന്. അങ്ങനെയുണ്ടോ? അങ്ങനെ തീരുമാനിച്ചോ നിങ്ങൾ? അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? എന്നെങ്കിലും? ദൈവത്തിന് സ്തോത്രം. അതൊരു തുടക്കമാണ്. ആ തുടക്കം പോലും ഇല്ലാതെയാണ് പലരും ജീവിക്കുന്നത്. ഇതുവരെയും അങ്ങനെ കാര്യം ചിന്തിച്ചിട്ടില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. എന്നാൽ പിന്നെ അങ്ങനെ സാധിക്കുന്ന പോലെയൊക്കെ ജീവിക്കും. പിന്നെ ചില ബലഹീനതയുണ്ട്, മനുഷ്യനല്ലേ, ചില ബലഹീനതയൊക്കെ വന്നു വരും. അതെല്ലാം കർത്താവ് ക്ഷമിക്കുകയല്ല, പിന്നെ എന്ത് ചെയ്യും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് വളരെ കംപ്ലേസൻ്റായിട്ട് പോകുന്ന, വളരെ അലംഭാവത്തോടുകൂടി പോകുന്ന ആളുകളുണ്ട്. ഒരു ഗൗരവബോധമില്ലാതെ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ആവരുത്. നമുക്ക് വ്യക്തമായൊരു ധാരണ വേണം. ഓരോ അവയവത്തിലും, കണ്ണിൻ്റെ മാത്രമല്ല നാവിൻ്റെ. അധികമായി ഞാൻ സംസാരിക്കുകയില്ല, ആവശ്യമില്ലാത്തൊരു വാക്ക് എൻ്റെ നാവിൽ വരികയില്ല, ദൈവം പ്രസാദിക്കാത്തൊരു വാക്ക് എൻ്റെ നാവിൽ വരികയില്ല, അശുദ്ധമായൊരു വാക്ക് എൻ്റെ നാവിൽ വരികയില്ല. ഇല്ല, എൻ്റെ ഈ നാവ് യേശുവിന് കൊടുത്തുപോയി, ഒരിക്കലായിട്ട് ഇത് വിറ്റുപോയി. ഇതിപ്പോൾ അന്യൻ്റെ കയ്യിലാണ്. അന്യനാരാ? യേശു. എൻ്റെ യേശുവിൻ്റെ കയ്യിലേക്ക് ഇത് വിറ്റുപോയി. ഇനി എൻ്റെ അല്ല, യേശുവിൻ്റെയാണ്. ഇതാണ് സമർപ്പണം. അങ്ങനെയുള്ള സമർപ്പണം നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സമാധാനമായി, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. സമർപ്പണം, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ സമർപ്പണം അതെടുത്തിരിക്കണം. ഇബ്താഹ് പറഞ്ഞു, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. അതാണ് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ശക്തിയോടെ വരണമെങ്കിൽ ഇങ്ങനൊരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ഞാൻ ഒരിക്കലായിട്ട് വാക്ക് പറഞ്ഞവനാണ്, ഞാൻ ദൈവത്തോട് വാക്ക് പറഞ്ഞവളാണ്, എനിക്ക് പിന്മാറിക്കൂടാ. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അഭിവൃദ്ധി വേണ്ടേ? നിങ്ങൾക്ക് പുരോഗതി വേണ്ടേ? നിങ്ങൾക്ക് ഉയർച്ച വേണ്ടേ? എന്താണ് പോംവഴി? വേണം, നിങ്ങൾക്ക് ഉയർച്ച വേണം, നിങ്ങൾക്കൊരു പുരോഗതി വേണം, നിങ്ങൾക്കൊരു ക്ഷേമമുള്ള ജീവിതം വേണം, സമാധാനമുള്ള ജീവിതം വേണം. സ്നേഹിതരെ, കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ജീവിതം ക്രിസ്തുവിന് കൊടുക്കൂ, ഒരിക്കലായിട്ട് കൊടുക്കൂ. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറയത്തക്കവണ്ണം ഒരിക്കലായിട്ട് ദൈവത്തോടത് പറഞ്ഞു നോക്കൂ. ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു നോക്കൂ. ക്രിസ്തു ഏറ്റെടുക്കുന്ന നിങ്ങൾക്ക് കാണാം. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയെ ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. സ്തോത്രം. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ആഗ്രഹങ്ങൾ മാനിക്കുന്നൊരു ദൈവമുണ്ട്. നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. ആഗ്രഹങ്ങൾ സാധിപ്പിക്കും. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ മനുഷ്യ മനസ്സ് ബാലിശമാണ്, വളരെ ഒരു ചപലമാണ്. ചപലമായ മനസ്സ്. ഒരു മെച്യൂരിറ്റി ഒന്നുമില്ല. നമുക്ക് ആർക്കും വലിയ മെച്യൂരിറ്റി ഒന്നുമില്ല, വലിയ മികവൊന്നുമില്ല, തികവില്ല, പല പോരായ്മകളുണ്ട്. ഒരു പരിപക്വമായ മനസ്സ് എന്ന് പറയാനൊന്നും നമുക്കില്ല. പക്ഷേ ഉള്ള പ്രകാരം യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കർത്താവേ, ഇതേ ഉള്ളൂ. അധികമൊന്നും തരാനില്ല. ഈ 5000ങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. ആകെ ഒരു 5 അപ്പവും 2 മീനുമുണ്ട്, അതേ ഉള്ളൂ. 5000കണക്കിന് ആളുകൾ പന്തിയായിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ അങ്ങൊന്നുമില്ല. ആകെ എന്തുകൊണ്ട്? ആകെ എൻ്റെ കയ്യിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ എൻ്റെ അമ്മ തന്ന ഒരു പൊതിയുണ്ട്. അതിൽ 5 അപ്പവും 2 മീനുമുണ്ട്. എനിക്ക് മാത്രമായിട്ട് കഴിക്കാനുള്ള ഭക്ഷണമാണ്. അത്രയേ ഉള്ളൂ. വളരെ തുച്ഛം, വളരെ ചെറുത്. സ്തോത്രം. നിങ്ങൾ പറഞ്ഞു നോക്കൂ, കർത്താവ് ഇതേ ഉള്ളൂ കർത്താവേ. പക്ഷേ ഇതുള്ളത് മുഴുവനാണ്.
ഇതിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടില്ല. ഉള്ളത് മുഴുവനും ഇതാ ഞാൻ നിൻ്റെ പാദപീഠത്തിലേക്ക് വയ്ക്കുന്നു. സ്തോത്രം. 5 അപ്പവും 2 മീനും ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അത് 5000ങ്ങൾക്ക് നല്ല പുഷ്ടഭോജനമായി മാറി, നല്ല പോഷക ഭക്ഷണമായി മാറി. എങ്ങനെ? യേശുക്രിസ്തുവിൻ്റെ കയ്യിലാണ് എത്തിയത്. മോനെ, നിൻ്റെ ജീവിതം നീ കൊടുക്കുന്ന യേശുവിൻ്റെ കയ്യിലേക്കാണ്. ആ അത്യുന്നതൻ്റെ കരങ്ങളിലേക്ക് നീ കൊടുത്താൽ അത് ഏറ്റവും ശോഭനമായി തീരും. കുഞ്ഞെ, നീ നിൻ്റെ ജീവിതം കൊടുക്കുന്നത് യേശുവിൻ്റെ കൈകളിലേക്കാണ്, സർവശക്തൻ്റെ കൈകളിലേക്കാണ്, നിന്നെ സൃഷ്ടിച്ചവൻ്റെ കൈകളിലേക്കാണ്, നിന്നെ മെനഞ്ഞവൻ്റെ കൈകളിലേക്കാണ്. നിൻ്റെ ജീവിതം നീ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവനത് വാഴ്ത്തും. സ്തോത്രം. അത് വാഴ്ത്തും അവൻ. പക്ഷേ നുറുക്കുമ്പോൾ നീ പടയ്ക്കരുത്. ചില നുറുക്കുകൾ വരുമ്പോൾ, ചില മുറിവുകൾ വരുമ്പോൾ നീ വിഷമിക്കരുത്. ചില വേദനകൾ വരുമ്പോൾ നീ ചാടിപ്പോകരുത്, കയ്യിൽ നിന്ന് ചാടി എളിപ്പോകരുത്. എന്നാൽ നീ അവൻ്റെ കരങ്ങൾ അമർന്നിരുന്നുകൊള്ളൂ, അവൻ്റെ കൈകളിൽ ചേർന്നിരുന്നുകൊള്ളൂ, അവൻ്റെ കൈക്കീഴ് താണിരുന്നുകൊള്ളൂ. അവൻ നിന്നെ വർദ്ധിപ്പിക്കും. സ്തോത്രം. 12 കൊട്ട നിറച്ചെടുത്തിട്ടും പിന്നെയും ബാക്കി. സ്തോത്രം. വിളമ്പി കഴിഞ്ഞിട്ട് പിന്നെയും 12 കൊട്ട ബാക്കി. എങ്ങനെയുണ്ടായത്? യേശുക്രിസ്തുവിൻ്റെ കൈകളിലേക്കാണ് നിങ്ങൾ കൊടുത്തത്. മറക്കരുത്. കൊടുത്തുവോ നിങ്ങളുടെ ജീവിതം? ഇന്ന് നമുക്കൊരു പുതിയ തീരുമാനം എടുക്കാം. ആത്മാവിൻ്റെ വിവശതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയുള്ളതായ ആഗ്രഹം, ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടുള്ളൊരു വ്യക്തമായ നിബന്ധനയുള്ള ജീവിതം, എന്നേക്കുമായി യേശുവിൻ്റെ വാക്ക് പറഞ്ഞുള്ള ജീവിതം. നാഥ, ഞാനും എനിക്കുള്ളതും എല്ലാം നിൻ്റേത്. ദൈവത്തിന് സ്തോത്രം. നീ എനിക്ക് വേണ്ടി ക്രൂശിൽ നിന്നെ തന്നെ തന്നു. ഞാനിതാ എന്നെ തന്നെ കുരിശിൻ്റെ ചുവട്ടിൽ അർപ്പണം ചെയ്യുന്നു. നിന്നെ തന്നെ നീ കുരിശിൽ എനിക്ക് വേണ്ടി തന്നു. ഇതാ എന്നെ തന്നെ ഞാൻ കുരിശിൻ്റെ ചുവട്ടിൽ അർപ്പണം ചെയ്യുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ ഞാനിതാ വീണ് കിടക്കുന്നു. ഈ കുരിശാണ് എനിക്ക് അഭയം. ഈ കുരിശിൽ കൂടി ഒഴുകുന്ന തിരുരക്തമാണ് എൻ്റെ രക്ഷ. ആ തിരുരക്തമാണ് എൻ്റെ വിശുദ്ധി. യേശുവേ, ഞാൻ ആശ്രയിക്കുന്നു. കുരിശിൽ ഞാൻ കെട്ടിപ്പിടിക്കുന്നു. തിരുരക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. നാഥ, നിൻ്റെ കരം എന്നെ പിടിച്ചുകൊള്ളണമേ. ഞാൻ വീഴാതെ കാത്തുകൊള്ളണമേ. പരിശുദ്ധാത്മ നിറവ് എൻ്റെ മേൽ പകരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ജീവനുള്ള ദൈവമേ, അപ്പോൾ ഈ മക്കളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. വ്യക്തമായൊരു സമർപ്പണത്തിലേക്ക് വരുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ആത്മാവിൻ്റെ വിവശതയിലേക്ക് വരുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാവരും എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരു വേണ്ടി നോക്കി പാർത്തിരിപ്പാൻ ആവശ്യമുള്ള പ്രത്യാശയും വിശ്വാസവും സ്നേഹവും നൽകി അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.